ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യമില്ല. പ്രതികൾക്കെതിരായ കുറ്റം പ്രഥമദൃഷ്ട്യാ തെളിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. കേസിലെ മറ്റ് 5 പ്രതികൾക്ക് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും പങ്ക് തെളിയിക്കുന്ന മതിയായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇരുവരുടെയും ജാമ്യം നിഷേധിച്ചത്. പ്രഥമദൃഷ്ട്യാ പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞു. കലാപം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്നാണെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവ സ്വഭാവമുള്ളത്. UAPA നിയമപ്രകാരമുള്ള ജാമ്യ വ്യവസ്ഥകൾ മറികടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി വിധിയിൽ പ്രസ്താവിച്ചു. ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനുമെതിരെ ഭീകരവാദ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുമെന്നും ജസ്റ്റിസ് അരവിന്ദ് കുമാർ. കുറ്റകൃത്യത്തിൽ വിശദ പരിശോധന നടത്തേണ്ടത് വിചാരണ കോടതിയെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിലെ മറ്റ് 5 പ്രതികളായ ഗൾഫിഷ ഫാത്തിമ, മീര ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ജാമ്യം അനുവദിച്ചത്. 12 കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കില്ലെന്നും സുപ്രീം കോടതി. 2020 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നടന്ന കലാപത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ഡൽഹി പോലീസ് ഉമർ ഖാലിദിനെയും ഷർജീൽ ഇമാമിനെയും അറസ്റ്റ് ചെയ്ത് UAPA ചുമത്തിയത്. അച്യുതൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.